ആ കെട്ടതും കൂടി കടിച്ചോട്ടോ. പുറകിലേക്ക് മാറരുത്, പരമായിട്ടും താഴെയുണ്ട്. ഇരിക്കുകയാണ്. അതൊന്നും സമിതി യോഗത്തിനായ MLA, സമിതിയുടെ സുഹൃത്തുക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകരുടെ നമ്മുടെ ഈ കർഷക ആത്മഹത്യ നമ്മുടെ മറ്റു മേരി സൈമൺ, ശ്രീ ഈ കെട്ടിടത്തിന്റെ പണി എത്രയും വേഗം പൂർത്തീകരിക്കാൻ, അതിലൂടെ ഇവിടുത്തെ കർഷകർക്കിട്ട പ്രോത്സാഹനം എത്രയും വേഗം കൂടുതൽ ഉണ്ടാകാൻ കഴിയട്ടെ എന്ന് ആദ്യമായി ആഗ്രഹിക്കുകയാണ്. പ്രയോറിറ്റിയാണ്. ഏത് മേമാനകാല യുഗത്തില് കൃഷിക്കല്ല. ഇതാണ് പഴയ വികസന സഹകരണ മണ്ഡലത്തില് 54 പാടശേഖരങ്ങളിലേക്ക് മാറും. 16 പാടശേഖരങ്ങളിലെ നെൽകൃഷി ഉണ്ടായിരുന്നുണ്ടോ? മണ്ണെടുക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്ന പാടശേഖരങ്ങളായിരുന്നു ബഹുഭൂരിപക്ഷം. അവിടെയാണ് 54 പാടശേഖരങ്ങളിലേക്ക് കൃഷി വ്യാപിച്ചത്. കാരണം കൃഷി കുറേയൊക്കെ ലാഭകരമാണ് എന്ന് ജാലസയിലൂടെ നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. കീടനാശിനി പ്രയോഗിച്ചേ നെല്ലുണ്ടാക്കാൻ പറ്റൂ എന്ന ഒരു തെറ്റായ ധാരണയും നമുക്ക് മാറ്റാൻ പറ്റി. കീടനാശിനി നല്ലപോലെ കുറച്ചു കൊണ്ടുവന്ന് കൃഷി നടത്താൻ നമുക്ക് ജാലസയിലൂടെ കഴിയും. ഒരു വലിയൊരു സന്ദേശം നമ്മുടെ മണ്ഡലത്തിൽ കൃഷിയാണ് പ്രധാനമെന്ന് പരക്കെ വന്നു. അതോടൊപ്പം കൃഷിക്ക് ഒരുപാട് പൂരകമായിട്ടുള്ള നിരവധി സാഹചര്യങ്ങൾ വികസിക്കുകയാണ്. ക്ലസ്റ്റർ, തെങ്ങിന്റെ ക്ലസ്റ്റർ കേരളത്തിൽ ആദ്യമായിട്ട്, ഒരു സംശയമില്ല, അതിശയോക്തിയില്ലാതെ. അതൊക്കെ ആ രീതിയിൽ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ വ്യക്തിപരമായി നിരാശയോടെ ഇല്ല എന്നൊക്കെ പറയും. എന്റെ സ്ഥലത്ത് കോളിഫ്ലവർ, ക്യാബേജ് എല്ലാം ഫെർട്ടിഗേഷൻ എന്നാണത് പറയുക. വെള്ളവും വളവും ചേർത്ത് നേരെ ട്യൂബിലൂടെ ചെറിയ ഡ്രോപ്പ് ഇത് വളർത്തിയെടുത്തത് നമ്മളാണ്. അതിനുശേഷം ഇപ്പോൾ പുതിയതായി കൃഷി എന്ന് മലയാളത്തിൽ പറയുന്ന പ്രിസിഷൻ ഫാമിംഗ് എന്ന് ഇംഗ്ലീഷ് പറയും. അതിവിടെ ആരംഭിക്കുന്നു എന്ന് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും കൃഷി ഓഫീസറും 61 ലക്ഷം രൂപ നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി നമ്മുടെ പുതുക്കാട് മണ്ഡലത്തിന് മാത്രമായിട്ട് തന്നത്. 61 ലക്ഷം രൂപ മാത്രം. 61 ലക്ഷം രൂപയാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ ഇന്ന് ആരംഭിച്ചില്ല. ഒറ്റ പഞ്ചായത്തിൽ, നെന്മണിക്കര പഞ്ചായത്തിൽ ഒരൊറ്റ പ്ലോട്ടിൽ മാത്രം ചെയ്തു. 61 ലക്ഷം രൂപ നമുക്ക് തന്നിരിക്കുകയാണ്. കേരളത്തിൻ്റെ എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അവിടെ പറഞ്ഞു, പലരും ചോദിച്ചു അതുകൊണ്ട് അവർക്ക് പണം കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ ചെയ്യില്ല. അതെന്താന്ന് എനിക്ക് പിടികിട്ടില്ല. അതാണ് ആ കൃത്യത കൃഷിയിൽ